ഈ രാമായണം, ഭാഗവതം എന്നിവയുടെ പാരായണം വളരെ ജനകീയമാക്കിയ ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടോ വീട്ടിൽ? അതോ? വീട്ടിലുണ്ട്. അത് വലിയൊരു മോഹമായിരുന്നു. ഒരു 6-7 വർഷമായിട്ട് അത് അങ്ങനെ ഒരു സ്റ്റുഡിയോ പുതിയ പണിതപ്പോൾ അതും കൂടെ ഒരു സെറ്റപ്പ് ആക്കി. കാരണം അതിലാണ് നമുക്ക് തൃപ്തി. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പാടാം. എൻ്റെ പ്രാക്ടീസ്, മ്യൂസിക് പ്രാക്ടീസ് പറഞ്ഞാൽ വാസ്തവത്തിൽ കമ്പോസ് ചെയ്ത് ഒരു 3 മണിക്കൂർ ഡെയിലി എന്തെങ്കിലുമൊക്കെ കമ്പോസ് ചെയ്ത്, കവിതകളോ ക്ലാസിക്കലോ ഫോക്കോ ഒക്കെ കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. തൊണ്ട അനങ്ങിക്കൊണ്ടിരിക്കും സാധകമാണ്. അല്ലാതെ കൃത്യമായിട്ടൊരു കീർത്തനം സാധനം ചെയ്യാന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. അതെ. എന്തായാലും ഈ ഭാഗവത പാരായണം അല്ലെങ്കിൽ എന്താണ് രാമായണം, അതിന്റെ ആകാശവാണിയിലാണ് തുടക്കം. കോഴിക്കോട് 85. അന്ന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്നെ ഒരു 4 മാസത്തേക്ക് 4-5 മാസത്തേക്ക് ഈ രാമായണം തീരുന്ന മുഴുവൻ അത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സ്റ്റേഷൻ കേട്ടോ. ഞാൻ ജോലി കയറിയിട്ട് 1 മാസമേ ഉള്ളൂ. എന്നെ പിടിച്ച് ചെയ്യിപ്പിച്ച വർക്ക് ചെയ്താണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് രാമായണം കാണുന്നത്. അല്ല, അത് വായിക്കുന്ന പറഞ്ഞാൽ ഇത്ര ഈസി അല്ല. അർത്ഥമറിഞ്ഞ് പാടിയാൽ മാത്രമേ അതിന് ഒരു കംപ്ലീഷൻ വരത്തുള്ളൂ. ഏൽപ്പിച്ചത് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ മകനാണ് എന്നുള്ളതാണ്ടായിരിക്കും. എന്നെ സാഹിത്യ ബോധം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ആ തുടക്കം അവിടെ നിന്ന് കിട്ടിയത് ആകാശവാണിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അക്ഷരശുദ്ധി എന്ന് പറയുന്ന സാധനം പിന്നീട് നമുക്ക് വന്നത്. രാമായണം എഴുത്തച്ഛൻ ഒരൊറ്റ ആളാണ് നിയോഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത്. അച്ഛൻ എഴുതിയ പൂക്കൈതയാറെന്നുള്ള ആ ലളിതഗാനം ഉണ്ടല്ലോ, 2 വരി പാടാം. പൂക്കൈതയാറ് അവൾ പൂക്കൈതയാറ് അവൾ 1000 കഥ പറഞ്ഞിട്ടും തീരാത്ത കഥകളും ഗ്രാമത്തിൻ ചെവിയിൽ പതഞ്ഞൊഴുകി അവൾ പൂക്കൈതയാറ്. എങ്ങനെയാണ് ലക്ഷ്മി ശ്രീകുമാറിനെ കാണുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമായില്ല. അറേഞ്ച്ഡ് ആണ്. എൻ്റെ കസിനാണ്, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് രാജീവ് നാഥ്, അശോക് ചേട്ടനൊക്കെ. അപ്പോൾ ബാബു ചേട്ടനാണ് ഈ ആലോചന എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. എൻ്റെ അച്ഛനുള്ളപ്പോഴാണ്. ബാബു ചേട്ടൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ആലോചനകൾ. അപ്പം അശോകന്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അതെ അറിയാം. അപ്പം അന്നേക്കെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരിലൊക്കെ. അശോകൻ ചേട്ടൻ എല്ലാരെയും കൊണ്ടൊക്കെ വരും നമ്മളെ കൊച്ചിലേക്ക്. അപ്പം എന്താ പറയുന്നത്, അങ്ങനെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കൈവ്സിന്റെ ഡയറക്ടറായിരുന്നു, സ്റ്റേറ്റ് ആർക്കൈവ്സിന്റെ. ഞങ്ങളൊരു എന്താ പറയണ 3 പെൺമക്കളാണ്. ഭയങ്കര പ്രൊട്ടക്റ്റഡ് ഒരു ഫാമിലിയാണ്. ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവിടും, തിരിച്ചു വിളിച്ചുകൊണ്ട് വരും. സിനിമയൊന്നും വല്ലപ്പോഴും ഒരു ഇംഗ്ലീഷ് സിനിമ കാണാൻ കൊണ്ടുപോകും, തിരിച്ചു വരും. അങ്ങനെ ഒരു ലൈഫായിരുന്നു. വായിക്കും. ഞാൻ കൊച്ചിലോട്ട് ഞാൻ പഠിച്ചത് ആദ്യം ആര്യ സെൻട്രൽ സ്കൂളിലാണ്. ആര്യ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ കോട്ടണിൽ പഠിച്ചു. അത് കഴിഞ്ഞ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ കല്യാണം കഴിഞ്ഞു, BA സെക്കൻഡ് ഇയർ. അപ്പം ഈ ആലോചന വന്നപ്പോൾ എൻ്റെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛന് കുറച്ചും കൂടി ഒരു IAS കാരൻ അങ്ങനെയൊക്കെ ഉള്ളൊരു എൻ്റെ വീട്ടിലും. അപ്പം അയ്യോ നമുക്ക് സിനിമാക്കാരൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞു ഇത് സിനിമയല്ല, പണിക്കരേട്ടൻ ഇങ്ങനെ വലിയ ഫാമിലിയിലെ മറ്റേ ചാലേ പണിക്കര അതൊക്കെയാണ് ഒക്കെ പറഞ്ഞു. എന്നാലും എതിരായിരുന്നു. രാജീനാഥ് കൊണ്ടുവന്നുണ്ട്. ചേട്ടന്റെ മകനാണെങ്കിലും സിനിമാക്കാരനാണല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി. ഞാൻ അമ്മ പറഞ്ഞാണ് ഇതൊക്കെ കേട്ടത്, നമ്മളൊന്നും അറിയുന്നില്ല. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 19 വയസ്സായിട്ടേ ഉള്ളായിരുന്നു. അപ്പം പറഞ്ഞു ഓൾ ഇന്ത്യ റേഡിയോയിൽ ചെന്നപ്പം ശ്രീ കണ്ടു. അവിടെ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് സുന്ദരനായ വെളുത്ത. അപ്പൊ പറഞ്ഞു പരിചയപ്പെടുന്നില്ല, വീട്ടിൽ നിന്ന് നല്ല പയ്യൻ, കാണാനും ഒക്കെ നല്ല. അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ VN ഉണ്ണി അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെ അപ്പൊ പിന്നെ കൊള്ളാം, കണ്ടിട്ടൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞില്ലേ ആദ്യമേ. അങ്ങനെയാണ് പിന്നെ ഇത്. അച്ഛൻ അത് കഴിഞ്ഞ് മരിച്ചുപോയി. അച്ഛൻ അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ്, ഒഫീഷ്യൽ ടൂറിൽ ഒരു ആക്സിഡന്റിലായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു. ഇപ്പൊ നിങ്ങള് 3 പേരാണല്ലേ? 3 പേര്. മൂത്തയാള് ട്രിവാൻഡ്രത്ത് തന്നെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. കുലീന എന്ന് പറഞ്ഞ വീട് അവളത് ഒരു ശ്രീകുമാറാണ്. അങ്ങനത്തെ അച്ഛനമ്മമാർക്ക് ശ്രീകുമാർ ഒരു രാശിയാണ്. എവിടെ ചെന്നാലും ഉണ്ട്. ഇനി മക്കളും ബാക്കി ഇതെല്ലാം ആകുമ്പോഴത്തെ പേരെന്താണ്? രാഘവൻ, നോ
ശ്രീകുമാർ. ഓക്കെ, ഇപ്പൊ അത് പോയി, ആ കാലം പോയി, ശ്രീകുമാർ കാലം പോയി. വളരെ ഡിഫറെന്റ് ആണല്ലോ. ഡിഫറെന്റ് ആണ്. അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട്, അവളും മാരീഡാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും വീട്ടിൽ എങ്ങനെയാണ് ഇദ്ദേഹം? എന്താ പറയണ, ഒരു മൊത്തം സംഗീതം ഒന്നും വേറൊന്നിനെ പറ്റി വലിയ അറിവില്ല. ഇല്ല, എപ്പോഴും നമ്മുടെ എന്റെ കൂടെ സ്റ്റുഡിയോക്കകത്തായിരിക്കും. എപ്പോഴും സ്റ്റുഡിയോ. ഇപ്പോഴും 6-7 വർഷമായിട്ടാണ്. അല്ലെങ്കിലും പാട്ട് എൻ്റെ അടുത്ത് മിക്കവാറും നമ്മുടെ എം ജെ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ. അപ്പൊ പുള്ളി എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ എനിക്ക് മ്യൂസിക് മാത്രമേ ഉള്ളൂ, എൻ്റെ അടുത്ത് ആരെങ്കിലും വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളിക്ക് 24 മണിക്കൂർ മ്യൂസിക്കാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ഒരിക്കലും ചിന്തിക്കാനേ പറ്റത്തില്ല. എനിക്കെന്ന് പറഞ്ഞാൽ പകുതി മ്യൂസിക്കും പകുതി യാത്രയും. മൂത്ത മകൻ എന്ത് ചെയ്യുന്നു? അവൻ UK ലാണ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ജോലി ചെയ്യുന്നു. ഇളയാള് ഗൗരി. ഇപ്പൊ ഗൗരിക്ക് ഒരു കുഞ്ഞു ആവയുണ്ട്. അപ്പൂപ്പനാ അരുന്ധതിക്ക് ഇപ്പൊ 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും നല്ല കാര്യം, കാരണം ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു സുഖം തോന്നുന്നു. പക്ഷേ പിന്നെ എം ജെയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കുറെ പടത്തിൽ പാടിയിട്ടില്ലേ? നടന്നു നടന്നു നീങ്ങിയ കാലം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അതിന് ഏറ്റവും വലിയ ഭാഗ്യം MSB ആണ് അതിന്റെ പല്ലവി പാട്. അപ്പൊ അനുപല്ലവി പോയിട്ട് അത് പഴയ കാലവും പുതിയ കാലവുമായിട്ടുള്ളൊരു വ്യത്യാസം. അതിനുശേഷം പിന്നെ ഈ കുസുമവദന അതിന് മുമ്പാണ്. അത് അതിന് മുമ്പാണ് 3 പേര് ചേർന്ന് പാടി. അത് സംഭവമായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഒരു രാഗത്തില് ഒരു അടിപൊളി പാട്ടുണ്ടാകാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യമാണ്. പക്ഷേ ശ്രീകുമാറിന് അത് പാടാൻ പറ്റത്തുള്ളൂ, കാരണം വെച്ചാൽ അതിനകത്തെ സംഗതികളുണ്ടല്ലോ, അത് ഭയങ്കര കുരുട്ട് സംഗതികളാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, കുരുട്ട് സംഗതികൾ. അതായത് നമ്മളിപ്പോ സംഗതികളുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫ്രെയിമിനകത്ത് സംഗതി പാടി പോയതാ സത്യം. പിന്നെ നമ്മൾ ഈ വേദിയിലൊക്കെ പോയി പാടാൻ പറയുമ്പോഴാണ് അയ്യോ എന്റെ അമ്മേ വരണേ, എനിക്ക് തന്നെ പറ്റില്ല, പിന്നീട് പറ്റില്ല. കുട്ടൻ അങ്ങനെ നമ്മളെ ഇവർ രണ്ടും കൂടെ കച്ചേരി ചെയ്യല്ലേ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതായത് ഭയങ്കര കോംപ്ലിമെന്റിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു മത്സരമല്ല. കാരണം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്താ വെച്ചാൽ ഏത് പാട്ട് ചെയ്താലും അതിനകത്തൊരു കഴമ്പുണ്ട്. ഈ ഫാസ്റ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് ആയുസില്ലാതെ പോകും. ഇപ്പോഴും ഇത് ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും ഇപ്പോഴും നിൽക്കുന്നില്ലേ? 2 വരി ഒന്ന് പാടാൻ പറ്റുമോ? കുസുമവദന മോഹ സുന്ദര 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 കൊലുസിന്നലസ നടനമേ മയിലിനൊത്തൊരഴകിയെ നളനു പ്രണയ ദൂതു പോയ രാജഹംസമേ കുസുമവദന മോഹ സുന്ദര സുന്ദര സുന്ദര. കവാലം ശ്രീകുമാർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു 99% ബാക്കിയുള്ള ഫോക്കും ബാക്കി ക്ലാസിക്കലും ബാക്കി എന്താണ് അതുപോലെ നാടൻ ശൈലിയാണെങ്കിലും ഈ ഒരു പാട്ട് മതിയല്ലോ, ഒരെണ്ണം മതിയല്ലോ. ഇതിന് കൂടുതൽ പാടിയിട്ടൊന്നും കാര്യമല്ലോ. പക്ഷെ ഇത് ആർക്കും അങ്ങനെ എടുത്തൊക്കെ വെച്ച് കൈകാര്യം ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് ഏറ്റവും പിന്നെ രാഷ്ട്രീയേട്ടൻ എനിക്ക് തന്നൊരു പാട്ട് പ്രേമ യമുന എന്നുണ്ട്. പൂരത്തില് ഞാൻ പാടിയത് ചിന്താമണി മന്ദിരം അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് ഞാൻ പാടിയത്. അത് പക്ക ക്ലാസിക്കൽ. ശ്രീകുമാറിന്റെ ഏതായിരുന്നത്? പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖസാരം ആരോഹങ്ങളിൽ അവരോഹങ്ങളിൽ അന്യോന്യമറിയും ലഹരിലയം പ്രേമയമുന തിരവിഹാരം ശൃംഗാര സുഖസാരം